ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 3 ട്രയാങ്കിൾസ് ചേർന്നിട്ട് ഒരു ഇലയായിട്ട് നിൽക്കുന്ന ബട്ടർഫ്ലൈ പ്ലാന്റ്, അംബ്രല്ല പ്ലാന്റ്, ഓക്സാലിസ് ട്രയാങ്കുലാരിസ് എന്നിങ്ങനെയൊക്കെ പേരുകളിൽ അറിയപ്പെടുന്ന ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ അതിഥിയായിട്ട് വന്നിട്ടുള്ളത്. ഈ ചെടിയുടെ വളരെ വലിയൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ സന്ധ്യ കഴിയുന്നതോട് കൂടിയിട്ട് ഈ ചെടിയുടെ ഇലകൾ 3 ട്രയാങ്കിൾസ് ചേർന്ന ഭാഗങ്ങൾ ഇങ്ങനെ മടങ്ങി ഉള്ളിലേക്ക് മടങ്ങി വരും. അത് കഴിഞ്ഞ് നമ്മൾ നേരം വെളുത്ത് സൂര്യപ്രകാശം ലഭിക്കുന്നതനുസരിച്ചിട്ട് ചെടിയുടെ ഇലകൾ ഇങ്ങനെ നിവർന്ന് ആ 3 ട്രയാങ്കിൾസ് ഇങ്ങനെ നിവർന്ന് നിൽക്കുന്ന രീതിയിൽ കാണാനായിട്ട് കഴിയും. ഇങ്ങനെ ചുരുങ്ങുകയും നിവരുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഈ ചെടീനെ അംബ്രല്ല പ്ലാന്റ് എന്നൊരു പേരുകൂടി അറിയപ്പെടുന്നത്. നമ്മുടെ താല്പര്യം അനുസരിച്ച് ഇതിനെ ഹാങ്ങിങ് പോട്ടിലും അതല്ലെങ്കിൽ സാധാരണ പോട്ടിലും താഴെയൊക്കെ ആയിട്ട് നമുക്ക് വെക്കാം. കൂടാതെ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ വെക്കാൻ കഴിയുന്ന ഒരു ചെടിയാണിത്. ഒരുപാട് സൂര്യപ്രകാശത്തിൻ്റെ ആവശ്യം ഈ ചെടിക്കില്ല. ഒരു മിതമായ രീതിയിൽ, അതായത് ഒരു ഏകദേശം 20 ഡിഗ്രി മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ ചൂട് ലഭിക്കുന്ന ആ ഒരു കാലാവസ്ഥയിൽ വളരെ നല്ല രീതിയിൽ വളരുന്ന നല്ലൊരു ചെടിയാണ്. പിന്നെ ഇത് ഇൻഡോറായിട്ടൊക്കെ വെക്കുമ്പോൾ നമ്മൾ ബാൽക്കണിയിൽ അതല്ലെങ്കിൽ വിൻഡോയുടെ സൈഡിലൊക്കെ കുറച്ചിങ്ങനെ സൂര്യപ്രകാശം ലഭിക്കുന്ന രീതിയിൽ വേണം വെക്കാൻ. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ ഈ ചെടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ആവശ്യത്തിനുള്ള സൂര്യപ്രകാശം ലഭിക്കുകയുള്ളൂ. ഇനി ഈ ചെടിയിൽ നിന്നും നമുക്ക് പുതിയൊരു ചെടി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇതിനകത്ത് നമ്മുടെ ചെറിയ കിഴങ്ങുകളുണ്ട്. ആ കിഴങ്ങുകളിൽ നിന്നും മുള പൊട്ടി വന്നിട്ടാണ് കേട്ടോ പുതിയ ഇലകളും ചട്ടി നിറഞ്ഞിട്ട് നമുക്ക് ചെടി കാണാൻ കഴിയുന്നത്. കുറച്ചുകൂടി പരന്ന നല്ലൊരു ചട്ടിയിലാണ് നമ്മൾ ഈ ചെടി വെക്കുന്നതെന്ന് വെച്ചാൽ ആ ചട്ടി തിങ്ങി നിറഞ്ഞ് നമ്മുടെ ഈ ചെടി നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും. കൂടാതെ ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ ആ തണ്ട് അടിഭാഗത്ത് കട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ അതിനകത്ത് വേരുകൾ വന്ന് പുതിയ ഇലകളൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കാണാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കത് പുതിയൊരു പോട്ടിനകത്ത് നല്ല പോട്ടി മിക്സൊക്കെ തയ്യാറാക്കിയിട്ട് നട്ടു കൊടുക്കുകയാണെങ്കിൽ പുതിയ ചെടികൾ നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. ഈ ചെടിയുടെ ചുവടുഭാഗം എപ്പോഴും നല്ല വൃത്തിയായിട്ട് വെക്കേണ്ടതാണ് കേട്ടോ. കാരണം ഇതിൽ ഉണങ്ങിയ ഇലകൾ, ചീഞ്ഞ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമ്മളതൊക്കെ മാറ്റി എടുക്കണം. പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ള ഒരു ചെടിയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെടിയുടെ കടയും ബാക്കി എന്തെങ്കിലുമൊക്കെ കേടുവരുന്ന ഇലകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ചെടിയിൽ നിന്നും മാറ്റിയെടുക്കേണ്ടതാണ്. മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇത് നല്ല വെയിലത്ത് വെക്കുകയാണെങ്കിൽ ഈ ചെടിയുടെ ഇലകൾ പെട്ടെന്ന് നാശമാകും. അങ്ങനെ നാശമാകുമ്പോൾ നമ്മളത് ചെടീനെ കൂടി ബാധിക്കും. അത്യാവശ്യം ഭാഗികമായ പ്രകാശം ലഭിക്കുന്ന ഭാഗത്തൊക്കെ വെക്കുകയാണെങ്കിൽ ഈ ചെടിയുടെ ഇലകളുടെ നിറം മങ്ങാതെ നല്ല കളറോട് കൂടി തന്നെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ഇതിനകത്ത് സൂര്യപ്രകാശം ഒരുപാട് ഏൽക്കുമ്പോൾ ഈ ചെടിയുടെ കളറുകൾ മങ്ങിയിട്ട് പെട്ടെന്ന് നാശമാകും. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല വേനൽക്കാലം ആകുമ്പോൾ ഈ ചെടിയുടെ ഇലകളെല്ലാം പോയിട്ട് അതിൻ്റെ കിഴങ്ങ് റെസ്റ്റിംഗ് സ്റ്റേജിലേക്ക് പോകും. അത് കഴിഞ്ഞ് നല്ല മഴയൊക്കെ ലഭിക്കുന്ന സമയത്ത് വീണ്ടും അതിനകത്തുനിന്ന് പുതിയ ഇലകളൊക്കെ വന്ന് നല്ല ബുഷിയായിട്ട് തന്നെ നിൽക്കുന്നത് കാണാനായിട്ട് കഴിയും. ഇതിൻ്റെ ഇലകൾ കൂടാതെ ചെറിയ രീതിയിലുള്ള പൂക്കളും ഈ ചെടീനകത്ത് കാണാനുണ്ട് കേട്ടോ. വെള്ളമൊക്കെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ നോക്കിയിട്ട് വേണം ചെടിക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒരുപാട് വെള്ളമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ചെടിയുടെ കട മണ്ണിനടിയിൽ കിടന്നിട്ട് നശിച്ചു പോകും. എന്നാൽ വെള്ളം തീരെ കുറഞ്ഞു പോവുക ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകളെല്ലാം തളർന്ന് കിടക്കുന്നതും കാണാനായിട്ട് കഴിയും. ഇതിൻ്റെ തണ്ടിനകത്ത് നിറയെ ജലാംശം നിറഞ്ഞിരിക്കുന്ന തണ്ടാണ്. അപ്പോൾ ആ തണ്ട് എവിടെയെങ്കിലും മുട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് ചതവൊക്കെ വന്നിട്ട് ആ ഭാഗം നശിച്ചു പോകും. അതുപോലെ തന്നെ ഒരുപാട് കാറ്റ് കിട്ടുന്ന ഭാഗത്തൊക്കെ ചെടി വയ്ക്കുമ്പോൾ നല്ല കാറ്റൊക്കെ കൊണ്ടിട്ട് ഇതിൻ്റെ ഈ വളരെ നേർത്ത തണ്ടുകൾ ഇങ്ങനെ വീണ് ഒടിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ ഒരുപാട് കാറ്റൊന്നും ലഭിക്കാത്ത അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഭാഗത്ത് തന്നെ നമ്മുടെ ഈ ചെടി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഫംഗൽ ഇൻഫെക്ഷൻ വരാതിരിക്കാനായിട്ട് നമുക്ക് ആഴ്ചയിലോ 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ അതിനകത്ത് സാഫൊക്കെ കലക്കി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും പിന്നെ ഇതിൻ്റെ കടയിലേക്കൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഒരുപാട് വളമൊന്നും ആഗ്രഹിക്കാത്ത ഒരു ചെടിയാണ് കേട്ടോ ഇത്.
ഈ ചെടിക്ക് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമ്മുടെ ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് ആണ് കേട്ടോ. നമ്മുടെ പച്ചക്കറികളിലേക്ക് വേസ്റ്റ് നമ്മൾ എടുത്ത് വെച്ച് വെള്ളത്തിലിട്ട് പുളിപ്പിച്ച് നേർപ്പിച്ചിട്ടൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതല്ലാതെ പച്ചച്ചാണകമൊക്കെ പുളിപ്പിച്ചിട്ട് ഇതുപോലെ നേർപ്പിച്ചിട്ട് ചെടിയുടെ കടക്കിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ബനാന പീല്, അങ്ങനെ നമ്മൾ സാധാരണയായിട്ട് കൊടുക്കുന്ന രീതിയിലുള്ള എല്ലാ വളങ്ങളും ഈ ചെടിക്ക് കൊടുക്കാം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് വളമൊന്നും ഈ ചെടിക്ക് ആവശ്യമില്ല. നമ്മളിതിൻ്റെ സൂര്യപ്രകാശത്തിൻ്റെ കാര്യവും വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന കാര്യങ്ങളും ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഈ ചെടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. അടുത്ത ആഴ്ചയൊക്കെയായിട്ട് നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ് പുതിയ സ്റ്റോക്ക് വരുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരൊന്നും നമ്മുടെ വാട്സപ്പിനകത്ത് മെസ്സേജ് അയച്ചിട്ടോളൂ കേട്ടോ. അപ്പോൾ അന്നേരം നമ്മൾ സ്റ്റോക്ക് വന്നതിന് ശേഷം റേറ്റും കാര്യങ്ങളൊക്കെ പറയാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.